ആകാംക്ഷ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ വോയിസ് ആണ് ഞാൻ സംസാരിക്കുന്നത്. പ്ലീസ് അന്ന് ഞാൻ ചോദിക്കുകയാണ്, കിര ആദ്രീനെ കണ്ടുമുട്ടി ആ പ്രണയം തോന്നാൻ ആ മൊമെന്റ് ഞങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ പ്ലീസ്. അതെ, ആദ്യമായിട്ട് അങ്ങനെ ആദ്യമൊന്നുമില്ല. ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടി എന്ന രീതിയിൽ നമ്മൾ കാണാറില്ല. അങ്ങനെ ഞാൻ ജൂനിയേഴ്സിനെ അങ്ങനെ കണ്ണികൾ കാണാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതെ, പിന്നീട് നാടകത്തിന് എൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിക്കാൻ വന്നു. പിന്നെ ഡയലോഗുകൾ സംസാരിച്ച്, പിന്നെ ഡയലോഗൊക്കെ മറന്നുപോയി, പിന്നെ വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ അറിയാലോ കൂടെ വന്ന് നിൽക്കുന്നു. അതാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നാടകത്തിന്റെ നിമിഷത്തിൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഓക്കെ, ആതിര, കിരണിനെ പറ്റി ആ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? കിരണിന്റെ അപ്രോച്ച്, കിരണാണോ ആദ്യം അപ്രോച്ച് ചെയ്തത്? കിരണിന്റെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് നമ്മള് ഫസ്റ്റ് ഇയേഴ്സ് എല്ലാവരും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലായിരിക്കും റാഗിങ് ഒഴിവാക്കാൻ വേണ്ടി. അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് പുള്ളി ഈ ഫസ്റ്റ് ഇയർ വരുന്ന ഗേൾസിന്റെ അതന്നെ ഫസ്റ്റ് ഇയർ വരുന്ന ഗേൾസിനെയൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലുണ്ട്. നമ്മൾ വിചാരിക്കും പുള്ളി അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോയിട്ട് എന്തോ വലിയ പ്രിൻസിപ്പളെ കാണാൻ പോവാണ്, അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും പുള്ളി തരാൻ നമ്മൾ വിചാരിക്കും. പക്ഷെ ഒന്നുമല്ല, അവിടുത്തെ കൂളറിൽ പോവാ, വെള്ളം കുടിക്കാം, പോകാൻ കഴുകാം, തിരിച്ചു വരാം. ഇതാണ് ആ നടത്തവും പോക്കൊക്കെ കണ്ട് വെച്ചായിരിക്കും അന്താരാഷ്ട്ര കാര്യം നടത്താൻ വേണ്ടി പോവാണ്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നും പറയില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. ഇത്ര മതി. താങ്ക് യു. സന്തോഷം. നമ്മൾ വിവാഹിതരായി. കണ്ണൂർ കടമ്പൂര് ശ്രീ KT രഘുനാഥിന്റെയും ശ്രീമതി KK രഞ്ജിനിയുടെയും മകൾ ആതിരയാണ് വധു. വധുവിനും വരനൊക്കെ നിങ്ങൾ കണ്ടു. നവവധൂവരന്മാർക്ക് ഒല്ലൂർ മറിച്ച് നൽകാൻ വേണ്ടിയുള്ള മംഗളപത്രമാണിത്. ഞാൻ വായിക്കട്ടെ. വിവാഹ മംഗളപത്രം. ഭാവുകം കിരണ്ണാതിലേക്കായിരം ഭാവുകം യുഗത്തിലേറെ നാളുകൾ വാഴണം, ഒത്തരൂപരായി ശോഭിച്ചു വാഴണം, ആ സുഷുപ്തിയിൽ മുഴുകിക്കൊണ്ട് ആത്മവീര്യത്തോടൊത്തു വാഴണം, സാത്വികരായി ജീവിച്ചു പോരണം, നന്മ ചെയ്യുവാൻ പ്രേരകരാകണം, തങ്ങൾ തന്നിലെ സൗമ്യഭാവങ്ങളെ എന്നുമെന്നും നിലനിർത്തി വാഴുവാൻ സ്നേഹപാതയിൽ എങ്ങും ധരിക്കുന്ന നിത്യമാതൃക ജോഡികളാകണം.